ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി കേട്ടോ. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുക്കറാട്ടോ എടുത്തിരിക്കുന്നത്. കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ പോട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നെയ്യ് ചേർക്കണം, എന്നാൽ തന്നെ ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ ഫ്ലേവറും കിട്ടുള്ളൂ. ഇനി നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ഒഴിച്ചാലും മതി. ഇനി ഞാൻ ആ നെയ്യിൻ്റെ മുകളിലോട്ട് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക പിന്നെ ഒരു പൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് വലുപ്പമുള്ള സവാള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം പാടെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വഴണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. പെട്ടെന്നായി കിട്ടുകയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാൻ മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു 4 തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത റെഡ് കളറുള്ള തക്കാളി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. എനിക്ക് അങ്ങനത്തെ തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് കളർ കുറച്ച് ലൈറ്റായിട്ട് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് രണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പഴുത്ത തക്കാളിയാണെങ്കിൽ നമ്മൾ ഈ ഒരു റൈസിന് നല്ലൊരു കളറും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേപോലെ തന്നെ മുകളിലോട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണ് മുളക് പൊടി ആട്ടോ ചേർക്കുന്നത്. ഇത് നല്ല സ്പൈസുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത്. ഇനി എരിവ് കമ്മിയുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂണോളം ചേർക്കാം കേട്ടോ. ഇതിലേക്ക് വേറെ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, ആകെ മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി സോയാബീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 5 മിനിറ്റ് ചുടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കൈകൊണ്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീരകശാല റൈസാട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രമായിരിക്കും ഞാൻ 1.5 പാത്രം ആട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 പാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന് വെള്ളമാണ് കേട്ടോ അളവ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തുകൊണ്ട് 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ, എന്നാൽ തന്നെ നമ്മുടെ ആ റൈസും കൂടി അതിലേക്ക് ചേരുമ്പോൾ കറക്റ്റ് ഉപ്പാവുള്ളൂ. ഇനി നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ച അരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജീരകശാല റൈസ് തന്നെ മേടിക്കാൻ നോക്കാം കേട്ടോ. നമ്മുടെ ബിരിയാണി അരിയില്ലേ, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന ആ ഒരു അരിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ബസ്മതി അരി ഉപയോഗിക്കാം, പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് ഈ ഒരു അരിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അരി ഇട്ട ശേഷം ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുക്കർ മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒറ്റ വിസിലായ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. നമ്മളെ റൈസൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ റൈസ് ഇങ്ങനെ മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കച്ചമ്പറോ അച്ചാറോ ഇനി വേറെ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ തിന്നാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്താണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ഈ റൈസ് നല്ലൊരു മണവും ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴെങ്കിലും ബിരിയാണി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായി കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.